ഹായ് ഓൾ. നമ്മൾ മൈക്രോ പ്രൊസസ്സറിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കൗണ്ടിങ്, ലൂപ്പിങ്, ഇൻഡെക്സിങ് ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ടോപ്പിക്കാണ് സ്റ്റാക്ക്, സബ് റൂട്ടീൻ. സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഇൻ റാമിൽ ഗ്രൂപ്പ് ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡാറ്റ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം. അപ്പം ഒന്നും കൂടി ശ്രദ്ധിക്കുക. സ്റ്റാക്ക് ഈസ് എ ഏരിയ ഓഫ് മെമ്മറി ഐഡൻറ്റിഫൈഡ് ബൈ ദ പ്രോഗ്രാമർ ഫോർ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ. ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് എക്സിക്യൂട്ട് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെമ്മറിയിൽ ഒരു ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡാറ്റ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് ഡാറ്റനെ സ്റ്റോർ ചെയ്യുക. അതിനെയാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് ആരായിരിക്കും? പ്രോഗ്രാമറായിരിക്കും. പ്രോഗ്രാമർക്ക് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. മെമ്മറി ഏരിയ ഉണ്ട്. യൂസറിന് ചെയ്യാനുള്ള ഒരുപാട് പ്രോഗ്രാംസും ഡാറ്റയൊക്കെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറിയിൽ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയൻ്റെ ഒരു പാർട്ടിനെ ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചറിനാണ് നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ദ സ്റ്റാക്ക് ഈസ് നോർമലി ഗ്രോസ് ബാക്ക്വേർഡ് ഇൻ ടു ദ മെമ്മറി. അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ യൂസർ എന്ത് ചെയ്തു? ഒരു മെമ്മറിൻ്റെ ചെറിയ ഒരു പാർട്ട് നമ്മൾ യൂസറല്ല പ്രോഗ്രാമർ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. ചെറിയൊരു പാർട്ട് ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഡാറ്റ സ്റ്റോർ ആവുന്നത്, അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് 2048 2048 എന്ന് പറയുന്ന ഒരു സ്പേസ് മെമ്മറിൻ്റെ ഒരു ലൊക്കേഷന് നമ്മളെ സ്റ്റാക്കിന് വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഡാറ്റ റിവേഴ്സ് ഓർഡറിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 2048 ആണ് കൊടുത്തതെങ്കിൽ 2047 46 2046 2045 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഡാറ്റ എന്താവുന്നത്? സ്റ്റോർ ആവുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാക്കിന് 2 ഓപ്പറേഷൻസാണുള്ളത്. പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും. പുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡാറ്റനെ നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഡാറ്റ നമ്മൾ സ്റ്റാക്കിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പുഷും, അതായത് പുഷെന്നും ഡാറ്റ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ഡിലീഷനും ഇൻസേർഷനും. ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷും, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോപ്പ് ഓപ്പറേഷനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ സ്റ്റാക്കിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LXI SP, 16 ബിറ്റ് 16. അപ്പോൾ ഈ 16 ബിറ്റ് ഡാറ്റ ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്? 16 ലോഡ്. LXI മീൻസ് ലോഡ് ഇമ്മീഡിയറ്റ്. SP എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് പോയർ, 16 ബിറ്റ് ഡാറ്റ എന്ത് ചെയ്യുക? ലോഡ് ചെയ്യും. സ്റ്റാക്ക് പോയിൻ്ററിന് ഒരു മെമ്മറിയിൽ 16 ബിറ്റ് ഡാറ്റ എന്ത് ചെയ്യും? സ്റ്റാക്കിന് വേണ്ടിയിട്ട് 16 ബിറ്റ് ഡാറ്റ മെമ്മറി ലൊക്കേഷനിൽ എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു മെമ്മറി എന്ത് ചെയ്തു? നമുക്ക് റിസർവ് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് എന്ത് പറഞ്ഞു? LXI SP 2030. അപ്പോൾ ഇവിടെ നമ്മളെന്താണ് ഈ ഡാറ്റ എവിടെ നിന്നാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്? ഇവിടെ ഏത് ലൊക്കേഷനിലാണ്? സ്റ്റാക്ക് പോയിൻ്റ്, സ്റ്റാക്കിന് വേണ്ടിയിട്ട് മെമ്മറിയിൽ 2030 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ചെയ്തു. അപ്പോൾ ഇതാണ് ഇവിടെ സ്റ്റാക്ക് പോയിൻ്റർ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എന്താണ്? സ്റ്റാക്ക് ടെമ്പററി ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏരിയാസാണ് ബാക്കിയുള്ളത്. 2029 2028 എക്സെട്ര 2027 2026. ഇതൊക്കെ എന്താണ്? മെമ്മറി ലൊക്കേഷനാണ്. ഈ ലൊക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാക്കിന് വേണ്ടിയിട്ട് നമ്മൾ 2030 എന്നുള്ളത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ക്ലിയർ ആണല്ലോ അല്ലേ?
അപ്പോൾ നമ്മൾ പറഞ്ഞു റിവേഴ്സ് ഓർഡറിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം നമുക്കൊരു കൂടുതലായിട്ട് ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഡാറ്റ എന്താണ്, രജിസ്റ്റർ പെയറായിട്ടാണ് സ്റ്റാക്കിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പുഷ് ആർ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പുഷ് ആർ പി മീൻസ് പുഷ് ഇൻസേർട്ട് ചെയ്യാണ് എന്ത് സ്റ്റാക്കിലേക്ക്. എന്താ ഇൻസേർട്ട് ചെയ്യുന്നത്, രജിസ്റ്റർ HL പെയർ, BC, അതൊക്കെ നിങ്ങൾ ഒരുപാട് രജിസ്റ്റർ പെയർസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എക്സാമ്പിളായിട്ട് പുഷ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറയുന്നത് രജിസ്റ്റർ പെയറാണ്. പെയറിൻ്റെ കൂടെ എന്താ ഉണ്ടാവുക, പുഷ് BC, ബിയും സിയും ആണ് രജിസ്റ്റർ പെയർസ്. അപ്പോൾ ബി എന്ന് പറയുന്ന രജിസ്റ്ററിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. പോപ്പ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പ് ബി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോപ്പ് എന്ന് പറയുന്ന രജിസ്റ്ററിലേക്കാണ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ പോപ്പ് ചെയ്യുന്നത്. പോപ്പ് ബി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന രജിസ്റ്റർ പെയറിലേക്കുള്ള ഡാറ്റനെ ടെമ്പററി ആയിട്ട് എവിടേക്ക് കൊടുത്തു, എവിടെ സ്റ്റോർ ചെയ്തു, മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു. അത് അവിടെ നിന്ന് എന്ത് ചെയ്തു, പോപ്പ് ചെയ്തു. പോപ്പ് ബിൻ്റെ BC ആണ്, Hൻ്റെ HL പെയറാണ്. ക്ലിയർ ആണല്ലോ. പോപ്പ് H എന്ന് പറഞ്ഞാൽ Hഉം Lഉം ആണ് രജിസ്റ്റർ പെയർസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. LXI SP 209999H. H മീൻസ് 16 ബിറ്റാണ് നമ്മൾ പറഞ്ഞു. 16 ബിറ്റിൽ ഇതെന്താണ്, ഇത് 4 ബിറ്റ് ആണ്. ഇതെന്താണ്, ഇത് വേറെ ഒരു സെക്കൻഡ്, ഇത് LXI SP 2099H. ഇതാണ് അഡ്രസ്സ്. ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ നോക്കൂ. LXI HL പെയറാണ്, H, 42A2H. 42A2H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 42 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 8 ബിറ്റ്. A2 എന്ന് പറഞ്ഞാലും എന്താണ്, 8 ബിറ്റ്. H ആണ് നമ്മൾ കൊടുത്തത്. H ആകുമ്പോൾ നമുക്ക് രജിസ്റ്റർ പെയറായിട്ട് നമ്മൾ 2 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുക, H രജിസ്റ്ററും L രജിസ്റ്ററും. അപ്പോൾ ഇതെങ്ങനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്, മെമ്മറിൻ്റെ ഇതിൻ്റെ ലൊക്കേഷൻ നോക്കൂ. 42A2 HL പെയറാണ്. ഇത് എന്താണ്, H ആണ്. ഹയർ ഓർഡർ Hഉം ലോവർ ഓർഡറിനെ Lഉം ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഈ രജിസ്റ്ററിലേക്കുള്ള ഈ രജിസ്റ്ററിലേക്ക് നമ്മൾ പുഷ് ചെയ്യേണ്ട ഡാറ്റനെ താൽക്കാലികമായിട്ട് നമ്മൾ എവിടെ ടെമ്പററി ആയിട്ട് അവിടെയുള്ള ഡാറ്റനെ താൽക്കാലികമായിട്ട് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുകയാണ്. എന്ത് യൂസ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യുന്നില്ല ഈ 2. ഓക്കെ, ഇവിടെ നോക്കൂ. ഇവിടെ നമ്മൾ പുഷ് H എന്ന് കൊടുത്തു. പുഷ് H. രണ്ടാമത്തെ അടുത്ത ഇൻസ്ട്രക്ഷൻ നോക്കൂ. പോപ്പ് H. അപ്പോൾ പുഷ് H എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അപ്പോൾ നമ്മളെ മെമ്മറി ലൊക്കേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക, നമ്മളെ മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷനിൽ എവിടെയാണ് നമ്മളെ സ്റ്റാർട്ടിങ്, ഇവിടെ നോക്കൂ. 2099 ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് ലൊക്കേഷൻ ആയിട്ടുള്ളത്. പുഷ് Hഉം പോപ്പ് Hഉം താൽക്കാലം ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണേ. പുഷ് H, പോപ്പ് H, ഇതാണ് പുഷും പോപ്പും. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കാം. ഇതാണ് നമ്മുടെ മെമ്മറി ലൊക്കേഷനിൽ ടെമ്പററി ആയിട്ട് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുന്നത്. ഏത് രജിസ്റ്ററിലെ ഡാറ്റനെ നമ്മൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്, Hലെയും H മീൻസ് HL രജിസ്റ്റർ പെയറിലെ ഡാറ്റനെയാണ് ടെമ്പററി ആയിട്ട് എവിടെ സ്റ്റോർ ചെയ്യുന്നത്, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെമ്മറി. ഈ മെമ്മറിയിൽ എന്താ നമ്മുടെ LXI SP 2099H എന്താ ലൊക്കേഷന്, 2099. ഇതാണ് SP സ്റ്റാക്ക് പോയിൻ്റർ ഇവിടെയാണുള്ളത്. എന്നിട്ട് എന്താണ് ലോഡ് ചെയ്യുന്നത്, ലോഡ് ഇമ്മീഡിയറ്റ്. എന്താ ലോഡ് ചെയ്യുന്നത്, H രജിസ്റ്ററിലുള്ള ഡാറ്റനെ, HL രജിസ്റ്ററിലുള്ള ഡാറ്റനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്താ ആദ്യത്തത് 42 ഉണ്ട്. 42 ആണ് Hലുള്ളത്, A2 ആണ്
എല്ലിലുള്ളത്. അപ്പോൾ നോക്കൂ, അടുത്ത മെമ്മറി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനിൽ എങ്ങനെയാണ് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുന്നത്? റിവേഴ്സ് ഓർഡറിലാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റിവേഴ്സ് ഓർഡറിലാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 20, 98, 97, 96 ഇങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മെമ്മറി ലൊക്കേഷനിൽ ഈ മെമ്മറി ലൊക്കേഷൻ ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്യും റിവേഴ്സ് ഓർഡറിൽ. 2099ലാണ് സ്റ്റാക്ക് പോയിൻ്റർ ഉള്ളത്. 2098ൽ 42 എന്ന് പറയുന്ന ഡാറ്റനെ എന്ത് ചെയ്തു? സ്റ്റോറാക്കി. A2 എന്ന് പറയുന്നത് രണ്ടാമത്തെ രജിസ്റ്ററിലുള്ളതാണ്. അത് ലോവർ ഓർഡർ, ഇത് ഹയർ ഓർഡറാണ്, ഇത് ലോവർ ഓർഡറാണ്. അപ്പോൾ A2 എവിടെ സ്റ്റോറായി? A2 97ലും സ്റ്റോറായി. പുഷ് എന്ന് പറയുമ്പം ഇത് പുഷ് ചെയ്തു. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ഈ ഒരു ഡാറ്റനെ സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പോപ്പ് ആണ്. പോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എവിടെയാണ് സ്റ്റാക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത്? റിവേഴ്സ്, ഏറ്റവും ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലാണ് സ്റ്റാക്ക് പോയിൻ്റർ ഓൾവേസ് പോയിൻറ്റിങ് ടു ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലാണ് സ്റ്റാക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ A2 എന്ന് പറയുന്ന 97th ലൊക്കേഷനിലാണ് നമ്മളെ ആരുള്ളത്? നമ്മളെ സ്റ്റാക്ക് പോയിൻ്റർ ഉള്ളത്. അപ്പോൾ ഈ പോപ്പ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ A2 എന്ന് പറയുന്ന രജിസ്റ്റർ, A2 എന്ന് പറയുന്ന ഡാറ്റനെ എങ്ങോട്ടായിരിക്കും പോപ്പ് ചെയ്യുക? പോപ്പ് മീൻസ് ടെമ്പററി ആയിട്ട് നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്തല്ലോ ഈ HL രജിസ്റ്ററിലുള്ള ഡാറ്റന. അപ്പോൾ ഈ A2 എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? A2 വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദ, എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? L രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ അടുത്തത് എന്തായിരിക്കും? വീണ്ടും പോപ്പാണ്. പോപ്പ് H കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും? 42 എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? H രജിസ്റ്ററിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? സ്റ്റാക്കിൻ്റെ ലൊക്കേഷൻ എന്താവും? സ്റ്റാക്ക് ടെമ്പററിയാണ്. അതിൻ്റെ ഡാറ്റൻ്റെ ട്രാൻസ്ഫറും എക്സിക്യൂഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സറിലുള്ള ഡാറ്റനെ താൽക്കാലികമായിട്ട് മെമ്മറിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഡാറ്റ പ്രോഗ്രാംസ് എക്സിക്യൂഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തായി? ഇത് ഫിനിഷ് ചെയ്യും. പോപ്പിൻ്റെ സ്റ്റാക്ക് പോയിൻ്റർ എങ്ങോട്ട് മൂവ് ചെയ്യും? ഫസ്റ്റിൽ നമ്മൾ പോയിൻ്റ് ചെയ്തിട്ടുള്ള 2099 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് സ്റ്റാക്ക് പോയിൻ്റർ എന്ത് ചെയ്യും? സ്റ്റാക്ക് പോയിൻ്റർ റിട്ടേൺ ചെയ്യും. അങ്ങനെ എന്തായി? എക്സിക്യൂഷൻസ് അവിടെ കംപ്ലീറ്റ് ആയി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഡൗട്ടുണ്ടോ? സ്റ്റാക്ക് പോയിൻ്റർ എന്താണ്? രജിസ്റ്റർ പെയറായിട്ടായിരിക്കും ഉള്ളത്. ഗ്രൂപ്പ് ഓഫ് മെമ്മറി ഒന്നും കൂടി റിവേഴ്സ് ചെയ്യാണ്. ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡാറ്റ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാമാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഓഫ് സ്റ്റാക്ക് ഈസ് ഡിഫൈൻ എന്താണ്? ഇൻ ദ മെയിൻ പ്രോഗ്രാമിൽ ആരായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്? പ്രോഗ്രാമറായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ലോഡ് ഇമ്മീഡിയറ്റ് ഡാറ്റ, സ്റ്റാക്ക് പോയിൻ്റർ, അതിൻ്റെ ബിറ്റ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. LXISP, 2030H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ 2030 എന്ന് പറയുന്ന ലൊക്കേഷനെ നമ്മൾ എന്തായി? സ്റ്റാക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിഫൈൻ ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ ഡാറ്റനെ നമ്മൾ കൊടുക്കും. ക്ലിയർ ആണല്ലോ? പിന്നെ ലോഡ് LXI H രജിസ്റ്ററിലേക്ക് ഡാറ്റയുടെ വാല്യൂസ് നമ്മൾ കൊടുക്കും. ആ വാല്യൂവിനെ നമ്മൾ പുഷും പോപ്പും ഓപ്പറേഷൻ ചെയ്യും. പോപ്പ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഡാറ്റ എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഓട്ടോമാറ്റിക്കലായിട്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ഏത് പേരിനാണോ നമ്മൾ താൽക്കാലികമായിട്ട് മെമ്മറിയിലേക്ക് കൊണ്ടുവന്നത് ആ മെമ്മറി ലൊക്കേഷനിലേക്ക് തിരിച്ച് ഡാറ്റ സ്റ്റോർ ആവും. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തത് എന്താണ്? സബ് റൂട്ടീൻ എന്താണ്? സബ് റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ് റൂട്ടീൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് വിൽ ബി യൂസ്ഡ് ടു റിപ്പീറ്റഡ്ലി ഇൻ എ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഓഫ് എ പ്രോഗ്രാം. സബ് റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ എന്ത് ചെയ്യാണ്? റിപ്പീറ്റഡായിട്ട് സെയിം ഡാറ്റ. ഇത് നോക്കൂ, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് വെക്കുക. ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനെ റിപ്പീറ്റഡായിട്ട് എന്ത് ചെയ്യാണ്? പ്രോഗ്രാം എക്സിക്യൂഷനിൽ ഇങ്ങനെ ആവശ്യം വരുന്ന സമയത്ത് ഈ ഡാറ്റനെ ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഇങ്ങനെ വിളിക്കേണ്ടി വരും. നമ്മൾ പ്രോഗ്രാം റിട്ടേൺ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഡാറ്റനെ ഇങ്ങനെ എന്ത് ചെയ്യും? കുറേ പ്രാവശ്യം എന്ത് ചെയ്യേണ്ടി വരും? ആവശ്യം വരും.
അപ്പോൾ പ്രോഗ്രാം എഴുതുന്ന സമയത്താണെങ്കിൽ ഈ ഡാറ്റ ഇപ്പോൾ 10th ലൈനിൽ ഒരു ഈ ഡാറ്റ 10 മുതൽ 15 വരെയുള്ള ലൈനിൽ ഈ ഒരു സെയിം ഡാറ്റയാണുള്ളത്. ഈ ഡാറ്റ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടത് ഇവിടെ 25th മുതൽ 13 വരെയുള്ള ഒരു ലൈനിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അത് വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട് 15th ലൈനിൽ. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ഡാറ്റ സെയിം ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുകയാണ് പ്രോഗ്രാം റിട്ടേൺ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അപ്പോൾ പ്രോഗ്രാമർക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം ഈ ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യേണ്ടി വരും, ആവശ്യം വരും അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് ആ ഒരു ഡാറ്റനെ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ സിംഗിളായിട്ട് ആ ഡാറ്റനെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് എന്ത് ചെയ്യുക, റീയൂസ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. നോക്കൂ, സബ് റൂട്ടീൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് വിൽ ബി യൂസ്ഡ് റിപ്പീറ്റഡ്ലി ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഓഫ് ദ പ്രോഗ്രാം rather than the same instruction several times. ഒരു ഇൻസ്ട്രക്ഷൻസ് തന്നെ സെയിം ടൈമിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്ലേസിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ, കോൾ ചെയ്തോളൂ. ക്ലിയർ ആണല്ലോ. പിന്നെ ഇൻ അസംബ്ലി ലാംഗ്വേജ് എ സബ് റൂട്ടീൻ ക്യാൻ എക്സിസ്റ്റ് ഇൻ എനിവേർ ഇൻ ദ കോഡിൻ്റെ എവിടെയെങ്കിലും എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. ഇതെന്ത് ചെയ്യേണ്ടി വരും, കസ്റ്റമറിലി ടു പ്ലേസ് സബ് റൂട്ടീൻ സെപ്പറേറ്റ്ലി ഫ്രം ദ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് ഇത് എന്ത് ചെയ്യേണ്ടി വരും, ഇത് നമ്മൾ കോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സബ് റൂട്ടീന് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടായിരിക്കും ഈ സെയിം പ്രോഗ്രാംസിന് ഇപ്പോൾ 50 മുതൽ 20 വരെയുള്ള ലൈനിനുള്ളിലുള്ള കോഡ് നമുക്ക് സെയിം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണോ യൂസ് ചെയ്യേണ്ടത് അവിടെ ഈ കോൾ എന്ന് പറയുന്ന ഫംഗ്ഷനും അതിൻ്റെ സിൻടാക്സ് യൂസ് ചെയ്തിട്ട് എന്താ മതി, ഈ ലൈനിനെ എന്ത് ചെയ്താൽ മതി, കോൾ ചെയ്താൽ മതി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പിന്നെ അടുത്തത് RTE ആണ്. RTE എന്ന് പറഞ്ഞാൽ റിട്ടേൺ ആണ്. റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുന്നത് എന്താണ്, used to return the execution to the calling routine. സബ് റൂട്ടീനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ സബ് റൂട്ടീനിൽ യൂസ് ചെയ്യുന്ന 2 ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളും 2 RTE ആണ്. RTE മീൻസ് റിട്ടേൺ ആണ്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് വന്നിട്ട്